നൗഷാദിനെ കുറിച്ച് ഉസ്താദായിരുന്ന ഈ സുലൈമാൻ ഉസ്താദ് പറയുന്നത് കേൾക്കുക. തലതിരിഞ്ഞ ഒരു ശിഷ്യനെ കുറിച്ച് ഇതിലും കൂടുതൽ എന്താണ് ഒരു ഉസ്താദ് പറയേണ്ടത്? കുരുവട്ടൂരിന്റെ പരിപാടിക്ക് വന്നില്ലെങ്കിൽ സമസ്ത രണ്ടാകുമെന്ന് പറഞ്ഞ് സ്വന്തം ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയ കപടനായ നൗഷാദിന്റെ തനിനിറം ഇവിടെ പുറത്താവുകയാണ്. നൗഷാദ് നല്ല അസനിമാരിൽപ്പെട്ടവനല്ലെന്ന് റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് തുറന്നടിക്കുന്നു. നൗഷാദ് ഇപ്പൊ എന്ത് പറഞ്ഞെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പണ്ടൊരിക്കൽ അവൻ വന്നിട്ട് ആ പറഞ്ഞ ആളെ ദർശനെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. അപ്പൊ ഞാൻ എന്റെ പരിപാടിക്കൊന്നുമില്ല, ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പോ അവൻ അന്ന് എന്നെ ശോനെ ഇങ്ങനെ ആയാല് സമസ്ത രണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അവന് ഭീഷണിപ്പെടുത്തി. ഉള്ളാള് ഞങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ്, വരാഞ്ഞാല് രണ്ടാവുമല്ലോ അറിഞ്ഞു. പിന്നെ ഉള്ളാള് ഞങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല, ഉസ്താദും ആ പരിപാടിക്ക് പോയിട്ടില്ല. അപ്പോ ഇങ്ങനെ എന്റെ വർത്തമാനത്തിൽ എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ പറഞ്ഞാലും സമ്മതിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. നല്ലൊരു അസനിമാരെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല. 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 നിന്റെ ഉസ്താദ് തന്നെ നിന്നെ അവഗണിച്ച സ്ഥിതിയിൽ നിന്റെ ഉസ്താദ് ഇനി ആരാണെന്ന് നീ തന്നെ പറയുന്നത് കേൾക്കുക. ഓരോ ആളുകൾക്കും അവരെ ദീനിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഉസ്താദ്, ഒരു ശൈഖ് എന്തായാലും ഉണ്ടാകണം. ഇവിടെ ആർക്കാ തർക്കമുള്ളത്? ഇസ്ലാമിതങ്ങൾ പറഞ്ഞത് ഒരാൾക്ക് ഉസ്താദില്ലെങ്കിൽ അവന്റെ ഇമാം ശൈത്താനായി പോകും. എന്നോട് ചോദിച്ചു നിങ്ങളെ ശൈഖാര, ഞാൻ പറയും എന്റെ ശൈഖ് സുലൈമാൻ ഉസ്താദ്. എന്നോട് ചോദിച്ചു നിങ്ങളെ ശൈഖാര, ഞാൻ പറയും എന്റെ ശൈഖ് സുലൈമാൻ ഉസ്താദ്. നല്ലൊരു അസനിമാരെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല. നല്ലൊരു അസനിമാരെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല. ഒരാൾക്ക് ഉസ്താദില്ലെങ്കിൽ അവന്റെ ഇമാം ശൈത്താനായി പോകും. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ട നയം എന്ത് എന്നത് നമ്മുടെ ഉസ്താദുമാരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഏതെങ്കിലും ഒരാൾ തന്നെ കണ്ടെത്തിയിട്ട് സുലൈമാൻ ഉസ്താദ് അദ്ദേഹത്തിന്റെ രോമത്തിന് പോലും ഇല്ലാന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് അയാൾക്ക് അത് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കി നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഏത് പാർട്ടിക്കാരും ഉൾപ്പെടും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന അതിന്റെ വിഷയം പറഞ്ഞപ്പോ ഇവിടെ വന്നില്ലേ? അങ്ങനെയുള്ള ഒരുപാട് ഏത് വരുമ്പോഴും നമ്മുടെ ആളുകൾ മാനദണ്ഡമാക്കുന്നത് ആ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ നിലപാടെന്താണ്?